സോ ഓൺലൈൻ ടീച്ചിങ് നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവരും എന്താണ് ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് കടക്കാൻ ആഗ്രഹിച്ച ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് അല്ലെങ്കിൽ ഓൺലൈൻ ടീച്ചിങ്ങിന്റെ ഒരു ട്രെയിനിങ് കണ്ടപ്പോൾ അല്ലെങ്കിൽ ഓൺലൈൻ ടീച്ചിങ്ങിന്റെ ഒരു അവസരം കണ്ടപ്പോൾ നിങ്ങൾ എല്ലാവരും വരാൻ കാരണം നമുക്കറിയാം ഓൺലൈൻ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വീട്ടിലിരുന്ന് കൊണ്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മേഖല എന്ന് പറയുന്ന നമ്മൾ കുറച്ച് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിലാണോ കഴിവുള്ളത് അത് നമുക്ക് പഠിപ്പിച്ചു കൊടുത്ത് നമുക്ക് എന്താണ് വീട്ടിലിരുന്ന് തന്നെ ഒരു വരുമാന മാർഗമാക്കാൻ കഴിയുന്ന ഞാൻ അടുത്തിടയ്ക്ക് സൈനപ്പ് ചെയ്തതാണ്. സ്റ്റാർട്ട് ചെയ്തു. ഒരു റസീന എന്ന് പറഞ്ഞ ഒരു മിടുക്കി പെണ്ണ പഠിപ്പിക്കുന്നത്. ഞാൻ ലിങ്ക് അയച്ചു തരട്ടെ, ഒന്ന് കയറി നോക്ക്. നമുക്ക് ഇതുവരെ വെച്ചിട്ട് വേണം ക്ലാസ് നടത്താം. ഞാൻ അയച്ചു തരാം ലിങ്ക്. കയറി നോക്കാം. അപ്പൊ എന്താണ് ഫ്യൂച്ചർ റെഡി ഓൺലൈൻ ടീച്ചേഴ്സ് ട്രെയിനിങ്? ജസ്റ്റ് നമ്മൾ ഒരു ടീച്ചർ എന്നുള്ളതിലും അപ്പുറം നമുക്ക് ഒരു ഓൺലൈൻ ടീച്ചർ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ടൂളുകളും കാര്യങ്ങളൊക്കെ അറിയണം അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം ഒരു ഓൺലൈൻ ടീച്ചിങ്ങിനെ പറ്റിയിട്ട്. ഓക്കെ, സോ ഇന്നത്തെ ഒരു മീറ്റിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനാണ് നമ്മൾ ഒരു ഓൺലൈൻ ടീച്ചിങ് സെലക്ട് ചെയ്യുന്നത്, എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് ഓൺലൈൻ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണം, അതുപോലെ എന്തൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള സ്കില്ലുകൾ നമുക്ക് വേണം, അതുപോലെ ഞാൻ ആരാണ്, എന്റെ ഒരു കഥ ഞാൻ പറയാം, ദെൻ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് ഓൺലൈൻ ടീച്ചിങ്ങിൽ വരുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഓൺലൈൻ ട്യൂട്ടറിങ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ട്യൂട്ടറിങ് ഉണ്ട്, അല്ലെങ്കിൽ ടീച്ചിങ്ങിൽ തന്നെ ഓൺലൈൻ ടീച്ചിങ് എന്തൊക്കെ ടൈപ്സ് ഉണ്ട് എന്നുള്ളത്. ദെൻ ഹൗ ടു ഡു എ പ്രൊഫഷണൽ ഡെമോ, ഒരു പ്രൊഫഷണൽ ഡെമോ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, അതുപോലെ ഡിജിറ്റൽ ആൻഡ് AI ടൂൾസ്, ടീച്ചിങ്ങിൽ വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ ആൻഡ് AI ടൂൾസുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഒന്ന് അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് സ്റ്റുഡൻസിനെ കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ നമ്മുടെ ഒരു മെയിൻ വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്, അതിന്റെ പ്ലാനുകൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഗൂഗിൾ മീറ്റ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. പലർക്കും ചിലപ്പോൾ ലിങ്ക് ഇടാനൊക്കെ ഓക്കെ ആയിരിക്കും, പക്ഷെ അതിലുള്ള ബാക്കി സെറ്റിംഗ്സ് നോക്കിയിട്ടുണ്ടായിരിക്കില്ല. അതല്ലെങ്കിൽ ലാപ്പിലും ഫോണിലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ഫോൺ ഉണ്ടെങ്കിൽ മാത്രമേ ലാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ കുറെ ഡൗട്ട്സുകൾ ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, സോ റെഡി, നോക്കാം. എന്തിനാ ഓൺലൈൻ ടീച്ചിങ് സെലക്ട് ചെയ്യണം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് അത്രയും കംഫർട്ടബിൾ അല്ലേ. വർക്ക് ഫ്രം ഹോം ആണ്, ഫ്ലെക്സിബിൾ അവേഴ്സിൽ നമുക്ക് വർക്ക് ചെയ്യാം. മെയിൻ സോഴ്സ് അല്ലെങ്കിൽ എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് വരുമാനം നമുക്ക് ഒരുപാട് നമുക്ക് എന്താണ് പറയാ, നമുക്കൊരു പുറത്ത് പോയി വർക്ക് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമുക്ക് വീട്ടിലിരുന്നിട്ട് വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന, അതല്ലെങ്കിൽ ഓൾറെഡി പുറത്ത് പോയി വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒരു എക്സ്ട്രാ ഇൻകം എന്ന നിലയിലോ നമുക്ക് ഓൺലൈൻ ടീച്ചിങ്ങിനെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ലോ ഇൻവെസ്റ്റ്മെന്റ് ആണ്, നമുക്ക് വലിയ ചെലവൊന്നും ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓൺലൈൻ ട്യൂഷൻ അല്ലെങ്കിൽ ഓൺലൈൻ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ടീച്ച് യുവർ സ്കിൽസ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ ഇന്ന ടോപ്പിക്കിന്റെ സബ്ജക്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഓൺലൈൻ പഠിപ്പിക്കാവൂ എന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ സ്കിൽ എന്താണോ അത് നമുക്ക് ടീച്ചിങ് അല്ലെങ്കിൽ ട്രെയിനിങ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. ദെൻ ഗ്ലോബൽ റീച്ച് ആണ് അതിന്. ഓക്കെ, നമ്മൾ എവിടെയാണോ ഏത് സ്ഥലത്താണോ ഇരിക്കണേ എന്നുള്ളതല്ല, അത് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് അബ്രോഡ്, ഇപ്പൊ നമ്മുടെ ഈ ഒരു മീറ്റിലുള്ള രഞ്ജി സാർ, ആ സാറ് ന്യൂയോർക്കിൽ നിന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെയാണ്, ഞാൻ കേരളത്തിലാണുള്ളത്, ഇന്ത്യയിലാണുള്ളത്. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ടീച്ചിങ് അല്ലെങ്കിൽ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. സോ അതേപോലെ ഒരുപാട് അബ്രോഡുള്ള സ്റ്റുഡൻസ് ആണ് ഇപ്പോ ഇത്തവണത്തെ നമ്മുടെ ബാച്ചിലൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഫ്രൈഡേ ഇന്ന് ലീവായിട്ട് ഇങ്ങനെ വന്നതൊക്കെ. അപ്പൊ നമുക്ക് അത്രയും നമുക്ക് ഗ്ലോബൽ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് നമ്മളുടേതായ ഒരു ബ്രാൻഡ് ഒക്കെ ബിൽഡ് ചെയ്ത് നമുക്ക് സെറ്റ് ആവാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഓൺലൈൻ ടീച്ചിങ്. സേഫ് ആൻഡ് കംഫർട്ടബിൾ ആണ്, കീപ് ലേണിംഗ്, നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ സ്കെയിലബിൾ ഇൻകം ആണ്. എന്ന് വെച്ചാൽ നമുക്കൊരു ഫിക്സഡ് മന്ത്ലി എല്ലാ മാസം ഒരു സാലറിയിലല്ല, നമുക്ക് എത്ര വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഇൻകം ആണ് നമുക്ക് അതിനുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിയേ, എന്തൊക്കെ ഗാഡ്ജറ്റ്സുകൾ നമുക്ക് വേണം. നമുക്ക് നീഡ് ഉണ്ട്, വാണ്ട് ഉണ്ട്. ഞാൻ അങ്ങനെയാണ് ജസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒന്ന് മസ്റ്റ് ഹാവ് ആണ്, ഇത്രയും ഉണ്ടെങ്കിലാണ്. ഒന്നുകിൽ അതില് എനിവേ നിങ്ങൾക്ക് എന്താണ് ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ PC, ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ വെച്ചിട്ട് പോലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാനൊക്കെ സ്മാർട്ട് ഫോണിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് നമ്മൾ ഇൻകം ഒക്കെ സ്കെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ലാപ്ടോപ്പിലേക്കൊക്കെ മാറിയത്, വാങ്ങിച്ചതൊക്കെ. സോ
നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ പോലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഈ ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷനും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള റൂം, നമുക്ക് ഒരുപാട് ബഹളങ്ങൾ കാര്യങ്ങളൊന്നും പാടില്ല. ലൈറ്റ്, അത്യാവശ്യം ലൈറ്റ് നമ്മളെ ക്ലിയർ ആയിട്ട് സ്റ്റുഡൻസിന് കാണുന്ന രീതിയിലായിരിക്കണം ലൈറ്റിംഗ് ഒക്കെ. ദെൻ വാണ്ട്, ഞാൻ എന്റെ ലൈറ്റ് കറക്റ്റ് അല്ലേ നോക്കിയായിരുന്നു. അപ്പൊ വാണ്ട് എന്തൊക്കെയാണ് ഗുഡ് ടു ഹാവ് ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് പറയുന്നത്. നമുക്കിപ്പോ അറിയാം, നമ്മൾ ഓൺലൈൻ ടീച്ചിങ്ങിൽ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും പണ്ടത്തെ ബ്ലാക്ക് ബോർഡുകൾ. പക്ഷെ ഇപ്പൊ സ്മാർട്ട് ബോർഡുകൾ ആയിട്ടുണ്ട്. സ്മാർട്ട് ബോർഡ്സ് ഒക്കെ നമുക്ക് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനിൽ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും കേട്ടോ. അങ്ങനത്തെ സ്മാർട്ട് ബോർഡുകളൊക്കെ AI ടൂളുകളിൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഫോണിൽ എങ്ങനെ നമ്മൾ കൈകൊണ്ടൊക്കെ എഴുതുക, അല്ലെങ്കിൽ ആപ്പിൽ ടച്ച് സ്ക്രീൻ ഒക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ എഴുതുക എന്നൊക്കെ പറയുമ്പോൾ അതിനേക്കാൾ നമുക്ക് എന്ത് ചെയ്യണം, പെൻ, ടാബ്ലറ്റ് അല്ലെങ്കിൽ സ്റ്റൈലസ് ഒക്കെ യൂസ് ചെയ്തിട്ട് റൈറ്റിംഗ് ബോർഡുകൾ ഉണ്ട്, ഡിജിറ്റൽ പാഡുകൾ കിട്ടും. അപ്പൊ അതിൽ നമുക്ക് എഴുതി കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ സ്ക്രീനിൽ വരും. അപ്പൊ നമുക്ക് പെന്നും പേപ്പറും എടുത്ത് അല്ലെങ്കിൽ പെന്നും സ്ലേറ്റിൽ എഴുതുന്ന പോലെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് എഴുതാൻ വേണ്ടിട്ട് പറ്റും. ഇതൊക്കെ ഗുഡ് ടു ഹാവ് ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഓക്കെ, ഹെഡ്സെറ്റ് വിത്ത് മൈക്ക്, ക്ലിയർ ഓഡിയോക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അതൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഒരു പ്രൊഫഷണൽ ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഗുഡ് ടു ഹാവ് ആണ്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ്, അതുപോലെ പവർ ബാക്കപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, നമുക്ക് അവിടെ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ ഇനി ഞാൻ ആരാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാട്ടോ. ഓക്കെ, ഞാൻ റസീന ഷാജി, ചാലിശ്ശേരി, പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ കേരളത്തിലെ ആണ്. ഓക്കെ, ബാക്കിയൊക്കെ ഓക്കെ, പാലക്കാടാണ്, ചാലിശ്ശേരിയാണ്. ഞാൻ ഇതിൽ എഴുതിയത് അത്ര വിസിബിൾ അല്ലല്ലോ. MA BEd ആണ്, MA BEd ആണ് ഇംഗ്ലീഷിൽ. ദെൻ റെമഡിയൽ ടീച്ചിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്തു. ദെൻ ഫൗണ്ടേഷൻ കോഴ്സ് ആണ് നമ്മൾ എടുത്തിരുന്ന വിഷയങ്ങൾ. ഫൗണ്ടേഷൻ കോഴ്സ് ഇംഗ്ലീഷ് ഗ്രാമർ, പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിച്ചു. ദെൻ ഇപ്പോ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ BEd കഴിഞ്ഞ സമയത്ത് 2 ഫ്രണ്ട്സ് കൂടി ചേർന്ന് സ്റ്റാർട്ട് ചെയ്തത് ഒരു സംരംഭമാണ് സ്റ്റഡീസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ ട്യൂഷൻ. അത് ജസ്റ്റ് ഫസ്റ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതല്ല. ഞാൻ എന്റെ ഒരു സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് ടീച്ചർ ആവണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ട് എനിക്ക് ഡിഗ്രിയുടെ ഇടയിൽ ഗ്യാപ്പ് വന്നു. അതായത് മീൻസ് +2 ഡിഗ്രിയുടെ ഇടയിൽ ഗ്യാപ്പ് വന്നു, പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഗ്യാപ്പ് വന്നു. ഇങ്ങനെ ഇതൊക്കെ എന്നിട്ട് ഞാൻ പഠനമൊക്കെ മീൻസ് നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ട് BEdനൊക്കെ ജോയിൻ ചെയ്ത് BEd കഴിഞ്ഞ് ടീച്ചിങ്, ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമാണ് ടീച്ചിങ്. അങ്ങനെ ഞാൻ BEd കഴിഞ്ഞ് ടീച്ചിങ്ങിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് പ്രഗ്നന്റ് ആവുന്നതും. മീൻസ് അപ്പൊ പിന്നെ ഒരു കരിയറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാണ്ട് വരെ. അങ്ങനെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ജസ്റ്റ് എന്തെങ്കിലും പഠനം വിട്ടുപോകരുത് എന്നുള്ള, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മേഖലയോട് ടച്ച് വിടരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു കരിയർ ആയിരുന്നു ആക്ച്വലി ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് അതെന്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആയി മാറി. അങ്ങനെ ഞാനൊരു ഓൺലൈൻ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് ചെറിയൊരു എമൗണ്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് അതുപോലെ നമുക്കും ചെയ്തുകൂടാന്നുള്ള ഒരു ഇതിൽ ഞാനും എന്റെ ഫ്രണ്ടും കൂടെ സ്റ്റാർട്ട് ചെയ്തതാണ് സ്റ്റഡീസി. ഇപ്പൊ ഇതില് 100-ലധികം ടീച്ചേഴ്സ് നമ്മുടെ അടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അത്രയും ഒരു 500 എബോവ് ടീച്ചേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് നമ്മുടെ സമ്മർ ക്യാമ്പുകളും സ്പോക്കൺ ഇംഗ്ലീഷും KG മുതൽ PG വരെയുള്ള സ്റ്റുഡൻസിനും ട്യൂഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊഫഷണൽ ആയിട്ടുള്ള നമുക്ക് ഏതെങ്കിലും കോഴ്സസിനൊക്കെ നമുക്ക് സപ്ലീസ് അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള ട്യൂഷൻ, അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് നമ്മൾ ടീച്ചേഴ്സിനെയും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റഡീസ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ടീച്ചേഴ്സിന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. AI ഒക്കെ വന്നതുകൊണ്ട് തന്നെ ഇതൊന്നും അറിയാതെ ടീച്ചേഴ്സ് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുകയാണ്. ഓക്കെ, ഒരുപാട് അല്ലെങ്കിൽ ക്ലാസ്സുകൾ ഇൻട്രസ്റ്റിംഗ് ആവണമെന്നില്ല, എൻഗേജിങ് ആവുന്നില്ല. ജസ്റ്റ് അവർക്ക് അറിയാവുന്ന കാര്യം ജസ്റ്റ് വെറുതെ ഇരുന്ന് ഇതേപോലെ പഠിപ്പിച്ചിട്ട് ഇങ്ങനെ പോകുന്നു എന്നല്ലാതെ അതിലൊരു രസമില്ല. ഓക്കെ, അപ്പൊ ടൂളുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ക്ലാസ്സുകളൊക്കെ വളരെ സ്മാർട്ട് ആക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് പറ്റും, സ്മാർട്ട് ആൻഡ് എൻഗേജിങ് ആക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് പറ്റും. അങ്ങനെയാണ് സ്കില്ലുകൾ. ഇപ്പൊ ഞാനൊക്കെ AI പഠിച്ച സമയത്ത് എനിക്ക് തോന്നി ഇത് നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ സ്കില്ലൈറ്റ് പ്രോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി അതാണ് എന്റെ ഒരു സ്റ്റോറി കേട്ടോ. ഇനി യുവർ ഫ്യൂച്ചർ ഇൻ ഓൺലൈൻ ടീച്ചിങ്. ഓക്കെ, ജസ്റ്റ് ഒരു 15+ കരിയർ പാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ തരത്തിൽ നമുക്ക് ഓൺലൈൻ ടീച്ചിങ്ങിൽ വർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതായത് ടീച്ചിങ് ആയിട്ടോ ട്രെയിനിങ് ആയിട്ടോ ഒക്കെ, അതായത് ഒരു സബ്ജക്റ്റിന്റെ മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ട്യൂട്ടർ ആവാം.
ഓക്കെ, ഇന്ന സബ്ജക്ട് മാത്രം നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ട് അതിൽ മാത്രം കൊടുക്കാൻ വേണ്ടി പറ്റും. ലാംഗ്വേജ് ട്രെയിനർ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്ട്രക്ടർ, ഇതുപോലെ ഏതെങ്കിലും സ്കില്ലുകളൊക്കെ പഠിപ്പിക്കാം. കോർപ്പറേറ്റ് ട്രെയിനർ ആവാം, കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ കോച്ച്, അല്ല നമുക്കറിയാം കോമ്പറ്റേറ്റീവിന്റെ മാത്രമായിട്ട് 8 കമ്പനീസ് ഉണ്ട്, കോമ്പറ്റേറ്റീവ് ക്രാക്കർ, എൻട്രി ഒക്കെ പോലെ വരുന്നത്. പിന്നെ എക്സ്ക്യൂസ് മീ, കുറച്ചുകൂടി നീങ്ങിയിരിക്കാമോ? ഓക്കെ, ദെൻ ഓൺലൈൻ കോഴ്സ് ക്രിയേറ്റർ ആവാം 8 കമ്പനീസുകളിലൊക്കെ. അതുപോലെ എഡ്യൂക്കേഷണൽ കോണ്ടന്റ് ഡിസൈനർ ആവാം, യൂട്യൂബ് എഡ്യൂക്കേറ്റർ ആവാം. നമ്മളുടെ ആദ്യത്തെയും അവസാനത്തെയും എന്താണ് പറയാ, സ്കൂൾ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ആദ്യം ഓടിച്ചെല്ലുന്ന ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് നമ്മൾ ചെല്ലുന്നാൽ ഒരു യൂട്യൂബ് ആയിരിക്കും. നമുക്ക് വീഡിയോസ് ഒക്കെ കണ്ട് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോവാം. ദെൻ ടീച്ചർ, കോച്ച് ആൻഡ് മെന്റർ ആവാം. ടീച്ചർ എന്ന് വെച്ചാല് നമുക്ക് ടീച്ചിങ് മാത്രമല്ല, നമുക്ക് മെന്ററിങ്ങും ചെയ്യാം. അതായത് ജസ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ട് സ്കപ്പോൾഡിങ് ചെയ്തിട്ട് കുട്ടികളെ കൊണ്ടുപോകാനുള്ള അങ്ങനെ 8 കമ്പനീസുകളൊക്കെ അങ്ങനത്തെ മെന്റേഴ്സിനെ മാത്രമായിട്ട് ഹയർ ചെയ്യാറുണ്ട്. ദെൻ ഫൗണ്ടേഷൻ മാത്രം നോക്കാം നമുക്ക് സ്റ്റുഡൻസിന്റെ. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, നമുക്ക് ഡിസേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ്ലി ഏബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലുള്ള അങ്ങനെ ക്ലാസ്സുകളാവാം. വർക്ക്ഷോപ്പ് ആൻഡ് ക്യാമ്പ് ഫെസിലിറ്റേറ്റർ ആവാം. ഇതുപോലത്തെ വർക്ക്ഷോപ്സുകളോ അല്ലെങ്കിൽ നമുക്ക് സമ്മർ ക്യാമ്പ് പോലെ ക്യാമ്പുകളോ അല്ലെങ്കിൽ സ്പെഷ്യലി എന്തെങ്കിലും ടോപ്പിക്കിലുള്ള ക്യാമ്പുകൾ അങ്ങനെയൊക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ല സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ല ഒരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ദെൻ AI ഇന്റഗ്രേറ്റഡ് ടീച്ചിങ് വെച്ചാൽ ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് പഠിപ്പിക്കാം. നമുക്ക് ഒരു 8 കമ്പനീസുകളിലും പോവാതെ നിങ്ങൾക്ക് സ്വന്തമായി സ്റ്റുഡൻസിനെ എടുത്ത് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ റെമഡിയൽ ടീച്ചർ ആവാം. എന്ന് വെച്ചാൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ മാത്രം, അതാണ് റെമഡിയൽ ടീച്ചിങ് എന്ന് പറയുന്നത്. ദെൻ ദ വേൾഡ് ഈസ് യുവർ ക്ലാസ് റൂം ആൻഡ് സ്റ്റാർട്ട് ടുഡേ. ഓക്കെ, നമുക്കറിയാം ഒരു 4 വയസ്സ് മുതൽ കുട്ടി സ്കൂളിലേക്ക് തുടങ്ങുന്നു. നമ്മളൊക്കെ ഇപ്പൊ ഇത്ര വയസ്സായി, നമ്മൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. സോ നമുക്ക് എല്ലാവർക്കും ഈ ലോകത്തിലെ ആളുകൾക്കൊക്കെ എന്താവശ്യമുണ്ട്? ടീച്ചേഴ്സിനെ ആവശ്യമുണ്ട്. അതും ഇപ്പോ ട്രെൻഡിങ് എന്താണ്? ഓൺലൈൻ ടീച്ചിങ് തന്നെയാണ്. കാരണം ഓഫ്ലൈനിൽ പോവാനുള്ള ഒരു ട്രാവലിങ് എക്സ്പെൻസ്, നമ്മുടെ ടൈം, അതൊക്കെ ലാഭം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, എല്ലാവരും ഓൺലൈനിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഓഫ്ലൈൻ ട്യൂഷൻ സെന്ററുകളൊക്കെ എന്താണ് ഓൺലൈനിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. സോ അതാണ് ഇപ്പൊ കാലം മാറി അല്ലെ, കാലം മാറി, അതിനൊപ്പം നമ്മളും മാറേണ്ടിയിരിക്കും. നമ്മുടെ അടുത്തൊക്കെ വരുന്ന ഒരുപാട് ടീച്ചേഴ്സ് പറയുമ്പോൾ ഞങ്ങൾ ഓഫ്ലൈനിൽ പഠിപ്പിച്ചിരുന്നതാണ്, പക്ഷെ ഇപ്പൊ അവരൊക്കെ ഓൺലൈനായി മാറാണ്, ഓൺലൈനിലാണ്. അപ്പൊ അവർക്ക് അവിടെ ഇതില്ല. ഓക്കെ, അങ്ങനെ. സോ നമുക്ക് ടൈപ്സ് ഓഫ് ഓൺലൈൻ ടീച്ചിങ് ഒന്ന് നോക്കിയേ. ടൈപ്സ്, എന്തൊക്കെ ടൈപ്സ് ഉണ്ട് ഓൺലൈൻ ടീച്ചിങ്ങിന്? ഓൺലൈൻ ടീച്ചിങ്ങിന് 3 തരത്തിൽ നമ്മൾ തിരിക്കാം. അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ 1-to-1 ആയിട്ട്, 1-on-1 ആയിട്ട് നമുക്ക് എന്ത് നടത്താം? ക്ലാസ്സുകൾ നടത്താം. അതാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡ് അല്ലെങ്കിൽ ടീച്ചിങ് ടൈപ്പ് എന്ന് പറയുന്നത് 1-to-1 ആണ്. ഓക്കെ, ഒരാൾക്ക് ഒരു ടീച്ചർ. അപ്പൊ ഇയാളെ മാത്രമായിട്ടും ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും, ഇയാൾക്ക് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ആളുടെ ലെവൽ എന്താണോ അതനുസരിച്ച് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അവിടെ ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുക. ഓക്കെ, ദെൻ മൈക്രോ ബാച്ചസ് ഉണ്ട്. ചെറിയ ഇപ്പൊ നമ്മളൊക്കെ നടത്തുന്ന പോലെ ചെറിയ കുറച്ച് ആളുകളായിട്ടുള്ള ഓരോ ബാച്ചുകൾ. ഓക്കെ, അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിട്ട് അത്യാവശ്യം സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബാച്ചാണ് മൈക്രോ ബാച്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു 1-to-1 എന്ന് പറയുമ്പോൾ ഒരാളുടെ നിന്ന് വാങ്ങിക്കുന്നത്, മറ്റേത് ഒരുപാട് സ്റ്റുഡൻസിന്റെ നമ്മൾ വാങ്ങിക്കുന്നത് മൈക്രോ ബാച്ച് ആണ്. കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ ചെയ്യാൻ പറ്റും. ദെൻ ലാർജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ അറിയാം സൈലം ഒക്കെ പോലെ ഒരുപാട് മാസ് ഓഡിയൻസ്, ബൈജൂസ് ഒക്കെ പോലെ ഒരുപാട് മാസ് ഓഡിയൻസിന് ക്ലാസ് കൊടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഇപ്പൊ യൂട്യൂബ് ഒക്കെ പോലെ അങ്ങനെ, അതല്ലെങ്കിൽ എന്തെങ്കിലും ആപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് മാസ് ഓഡിയൻസിന് ഒരുമിച്ച് ക്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദാറ്റ് ഈസ് ലാർജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ടൈപ്സ് ഓഫ് ഓൺലൈൻ ടീച്ചിങ് ആണുള്ളത്. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ ആയവരൊന്ന് റിയാക്ഷൻ ഇട്ടേ, എന്തെങ്കിലും റിയാക്ഷൻ ഇട്ടേ. ഓക്കെ ഓക്കെ, എല്ലാരും ഇവിടെ ഉണ്ടല്ലോ. അസ്മ, റിയ, ഫെമിന, ഷഹനാസ്, ഷാനിബ, രഞ്ജിസ, സൽമത്ത്, നിമിഷ, ഷഹന, സെൻസിയ, ഷീന. ഓക്കെ, മുത്തൂറോ ആരാണ്? അല്ല, മത്തൂർ. ഐ എം സോറി, പേരിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ അവൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. അപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ എന്തായാലും ഫുഡൊന്നും പോയി കഴിക്കില്ല. ഞങ്ങളൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളിലൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളൊക്കെ എന്റെ ബി എഡിന്റെ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഓൺലൈൻ ഓൺലൈൻ ആയിരുന്നു. അന്ന് കൊറോണ സമയത്ത്
ഓൺലൈൻ ആയിരുന്നു. ആ സമയത്ത് ഞങ്ങള് സാറൊക്കെ മറ്റേ വീഡിയോ ഒക്കെ ഓണാക്കി വരുന്ന സമയത്ത് കാണാം കുട്ടികൾ ചിലപ്പോ ഈ നമ്മുടെ സ്ക്രീനിലൊക്കെ വന്നിട്ട് ബ്രഷ് ചെയ്യുന്നൊക്കെ കാണാം. ചിലർ ഉറക്കത്തിൽ നിന്ന് പുതപ്പൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കുള്ളൂ, അറിയാതെ ക്യാമറ ഓൺ ആയിട്ടുണ്ടാവും. അപ്പൊ അതേപോലെ നിങ്ങളൊന്നും വേറെ എവിടെയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഓൺലൈൻ ടീച്ചിങ് സീരിയസ് ആയി എടുത്ത് ഇവിടെ വന്നവരാണ് അല്ലെ? ഓക്കെ. എനിവേ, അപ്പൊ നമുക്ക് ഓൺലൈൻ ടീച്ചിങ്ങിന് കുറച്ച് ടൂളുകൾ ആവശ്യമുണ്ട്. ഓക്കെ, വെറുതെ ഓൺലൈൻ ടീച്ചിങ് ചെയ്യുക എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എനിക്ക് എന്ത് മാത്രം മതി, ഒരു ഗൂഗിൾ മീറ്റ് പഠിച്ചു, എനിക്കറിയാം, ഞാൻ കാര്യങ്ങൾ അവർക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം. ഓക്കെ, ഇരുന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നു, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മോനെ അത് എഴുത്, എന്നിട്ട് ഇങ്ങനെ നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സും ഇനി ഇങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് ഒരു ടൂളുകൾ യൂസ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. ജസ്റ്റ് എല്ലാം നമ്മൾ കൊടുത്തിട്ടില്ല ഇവിടെ, ജസ്റ്റ് കണ്ടാൽ ചിലപ്പോൾ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തുന്നേ ഉള്ളൂ. എന്താണ് വീഡിയോ കോൺഫറൻസിങ് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം അല്ലെ? ഗൂഗിൾ മീറ്റ്, സൂം, ടീച്ച്മിന്റ്, അതല്ലെങ്കിൽ വേറെ കുറെ വെബ്സൈറ്റുകളൊക്കെ, സൈറ്റിൽ കൂടെ ഒക്കെ നമുക്ക് ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈവൻ വാട്സപ്പ് ത്രൂ വരെ ക്ലാസ് എടുക്കുന്ന ആളുകളുണ്ട്. കാരണം ഇപ്പൊ അതിൽ സ്ക്രീൻ ഷെയറിംഗ് ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുള്ളത് കൊണ്ട് അങ്ങനെ വരെ എടുക്കുന്ന ആളുകളും ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൂമും ഗൂഗിൾ മീറ്റ് ഒക്കെ അതിന്റെ ഓപ്ഷൻസും ഹോസ്റ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. ദെൻ അങ്ങനെ കുറച്ച് വീഡിയോ കോൺഫറൻസിന്റെ കാര്യങ്ങളൊക്കെ അറിയണം. അതുപോലെ തന്നെ ഇന്ററാക്റ്റീവ് വൈറ്റ് ബോർഡ്സ്. ഓക്കെ, അപ്പോ നമ്മുടെ വൈറ്റ് ബോർഡിനെ, ഏറ്റവും ബ്ലാക്ക് ബോർഡിനെ മിസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇപ്പൊ സ്മാർട്ട് ബോർഡിലേക്ക് മാറാം ഓൺലൈനിൽ. കാരണം എന്താണ്, വൈറ്റ് ബോർഡുകളൊക്കെ ഒരുപാട് വൈറ്റ് ബോർഡുകൾ, ഡിജിറ്റൽ വൈറ്റ് ബോർഡുകൾ ഉണ്ട്, AI ടൂള് വരുന്ന വൈറ്റ് ബോർഡുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും, നമുക്ക് ഇപ്പൊ ഒരു ഇമേജ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ ജനറേറ്റ് ചെയ്തിട്ട് അവിടെ ഇടാൻ വേണ്ടിട്ട് പറ്റും, വീഡിയോ കൊടുന്നു വെക്കാൻ വേണ്ടിട്ട് പറ്റും, ഓഡിയോ മീൻസ് ഇമേജസ്, ടെക്സ്റ്റ്, അങ്ങനെ എല്ലാ ടൈപ്സ് ഓഫ് കാര്യങ്ങളും ആഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന, നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാതെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന, അതായത് നമ്മൾ ഒരു ബോർഡ് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ സ്ക്രീനിൽ ഒരു ബോർഡ് എടുത്തു കഴിഞ്ഞാൽ അതേ ബോർഡ് തന്നെ അവർക്കും എഴുതാൻ വേണ്ടിയിട്ട് പറ്റുന്ന, എന്നുവെച്ചാൽ അവരവിടെ അവരുടെ സ്ക്രീനിൽ എഴുതിയാൽ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണാം. ലൈക്ക് ദിസ്, നമുക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇന്ററാക്റ്റീവ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി വൈറ്റ് ബോർഡുകൾ ഉണ്ട്. അതൊക്കെ പഠിക്കണം. അതുപോലെ തന്നെ പ്രസന്റേഷൻ ഡിസൈൻസ്, നമ്മൾക്ക് നമ്മൾ മണിക്കൂർ കണക്കിന്, ഞാനൊക്കെ ദിവസങ്ങൾ കണക്കിനൊക്കെ എടുത്തിട്ടാണ് നമുക്ക് ഓരോ ക്യാമ്പുകൾക്കും മറ്റൊക്കെ വേണ്ടിയിട്ട് പ്രസന്റേഷൻസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമുക്കൊരു സെക്കൻഡ്സുകളെ വേണ്ടുള്ളൂ ഒരു പ്രസന്റേഷൻ ഒക്കെ ഉണ്ടാക്കാം. PPT ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ടോപ്പിക്കും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി PPT അവര് റെഡിയാക്കി തരും. ആര് റെഡിയാക്കി തരും? AI റെഡിയാക്കി തരും. ഓക്കെ, അപ്പൊ അതേപോലെ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. നമുക്ക് ലാർജ് വീഡിയോസ് ഒക്കെ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ, കുട്ടികൾക്ക് ടാസ്കുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, റെക്കോർഡഡ് ക്ലാസ്സസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ക്വിസസും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം നിങ്ങൾ അറിയണം. ഓക്കെ, അത് അങ്ങനത്തെ കുറെ ആപ്പുകൾ ഉണ്ട്. അതുപോലെ തന്നെ അസസ്മെന്റ് ടൂളുകൾ. നമ്മൾ ജസ്റ്റ് പഠിപ്പിച്ചാൽ പോരല്ലോ, ഇത് അവർക്ക് കിട്ടി എന്നുള്ളത് അറിയണ്ടേ? അപ്പൊ എക്സാംസ് നടത്തണ്ടേ? പണ്ടത്തെ പോലെ നമ്മൾ ഇരുന്ന് കഷ്ടപ്പെട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി മാർക്ക് ടാലി ആക്കി കൊടുന്ന് റുബ്രിക്സ് ഒക്കെ നമ്മൾ തന്നെ ഓരോന്നിന് എത്ര മാർക്ക് കൊടുക്കണം, എത്ര മാർക്ക്, ഇങ്ങനെ റുബ്രിക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മുടെ ഹാർഡ് വർക്കാണ്. ടീച്ചേഴ്സിനൊക്കെ ഹാർഡ് വർക്ക് ആയിരുന്നു പണ്ട്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ സിമ്പിൾ ആണ്. അസസ്മെന്റ് ഒക്കെ നമുക്ക് കുറച്ച് ഇതേപോലെ നമ്മൾ ടോപ്പിക് കൊടുത്താൽ മതി, അത് ക്വസ്റ്റ്യൻസ് പേപ്പർ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തരാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ കൊടുക്കേ വേണ്ടുള്ളൂ. അല്ലെങ്കിൽ അസസ് വരെ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് മാത്രമാക്കി തരുന്ന ടൂളുകളുണ്ട്. ഡിജിറ്റൽ ടൂളുകളുണ്ട്, AI ടൂളുകളുണ്ട്, ഗെയിം പോലെ നടത്തുന്ന എക്സാംസുകൾ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ അസസ്മെന്റ് ടൂളുകൾ ഒത്തിരി ഉണ്ട്. അപ്പൊ ഇതൊക്കെ അറിയാതെ നമ്മളൊരു ടീച്ചർ ഓൺലൈൻ ടീച്ചിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ടീച്ചർ ആവാം, ഞാനൊരു ഓൺലൈൻ ടീച്ചർ ആണെന്നൊക്കെ പറയാം, പക്ഷെ അത് എത്രത്തോളം നമുക്ക് ആ സ്റ്റുഡൻസിനെ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ആ സ്റ്റുഡൻസിന്റെ റെഫറൻസ് കിട്ടും, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ എത്രത്തോളം പിന്നെ സജസ്റ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കുട്ടികളുടെ ഫേവറേറ്റ് ഒക്കെ ആയി മാറാൻ, നമുക്ക് ഒരുപാട് സ്റ്റുഡൻസിനെ കിട്ടാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ടൂളുകളൊക്കെ യൂസ് ചെയ്യണം. ഇങ്ങനെ ടൂളുകളൊക്കെ യൂസ് ചെയ്യുന്ന ടീച്ചേഴ്സിനെ പിന്നെയും ചോദിച്ചു വരുന്നത് നമുക്കറിയാം. ഓക്കെ, അങ്ങനെ ആ ടീച്ചർ എടുക്കണ പോലെ എടുക്കണില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കാണിക്കണില്ല, ഇങ്ങനെയൊന്നും ചെയ്യണില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുക. ഓക്കെ, ദെൻ ഫയൽ ഷെയറിങ് ആൻഡ് സ്റ്റോറേജ്. നമുക്ക് ലാർജ് ഫയൽസ് ഒക്കെ ഷെയർ ചെയ്യാനും സ്റ്റോർ ചെയ്യാനൊക്കെ ഉള്ള ടൂൾസുകളൊക്കെ പഠിക്കാം. അപ്പൊ ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ ഡിജിറ്റൽ ആൻഡ് AI ടൂൾസുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിലെ കുറച്ച് ടൂൾസുകളാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. കുറച്ച് ടൂളുകൾ ChatGPT, ടീച്ചേഴ്സ്, ജാംബോർഡ്,
ലൈവ് ബോർഡ്, ടീച്ച്മെന്റ് മൂഡില്, ബാക്ക്ഗ്രൗണ്ട്, ഗൂഗിൾ ഫോം, ഡ്രൈവ്, മാജിക് സ്കൂള്, ഗൂഗിൾ ക്ലാസ് റൂം, ഗാമ, ക്യാൻവ, ഗൂഗിൾ മീറ്റ്, ഇതിലെല്ലാം ഇതിലെന്നല്ല ഇതിലുള്ളതിലും അപ്പുറമാണ്. ഇതിലുള്ള എല്ലാതും ഉണ്ടാവില്ല, ഇതിലുള്ള അപ്പുറം നമ്മൾ എന്താണ് തരും. ഓക്കെ, ദെൻ എസെൻഷ്യൽ സ്കിൽസ് ഫോർ ഓൺലൈൻ ടീച്ചിങ്. ടീച്ചിങ്ങില് എന്തൊക്കെയാണ് എസെൻഷ്യൽ സ്കില്ലുകൾ, എന്തൊക്കെയാണ്? ഓക്കെ, ടീച്ചിങ് ഡിജിറ്റൽ ലിറ്ററസി മസ്റ്റ് ആണ് അല്ലെ. ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഡിജിറ്റൽ ലിറ്ററസി വേണം. ഇപ്പൊ പല ടീച്ചേഴ്സും നമ്മുടെ അടുത്ത് ഡെമോ ഒക്കെ അയച്ചു തരും, എന്നിട്ട് ക്ലാസ് എടുക്കാനോ ഓക്കെ അല്ലേ, ഡെമോക്കിൽ അവരൊക്കെ റെക്കോർഡ് ഡെമോ ആയിരിക്കും. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ ക്ലാസ് എടുക്കണമെങ്കിൽ അയ്യോ ഇങ്ങനെ ക്ലാസ് എടുക്കുക, എന്തിലാ ക്ലാസ് എടുക്കുക, എങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് ഓൺലൈനിൽ നമുക്ക് അറിയില്ല. അപ്പൊ അത് എന്താണ്, നമ്മൾ ഓൺലൈൻ ടീച്ചിങ്ങിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത് നമുക്ക് മസ്റ്റ് ആണ്. ഓക്കെ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അത് എല്ലാ ടീച്ചിങ്ങിലും അങ്ങനെ തന്നെ അല്ലെ. എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ക്ലാസ് റൂം മാനേജ്മെന്റ്. ഓക്കെ, അതായത് നമുക്ക് ഹോസ്റ്റ് ടൂളുകൾ യൂസ് ചെയ്തിട്ട് ക്ലാസ്സിനെ കൺട്രോൾ ചെയ്യാം. ക്ലാസ്സിൽ വരയ്ക്കുന്നതും ക്ലാസ്സിൽ കുട്ടികൾ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്, സൗണ്ട് ഉണ്ടാക്കുന്നത്, റിയാക്ട് ചെയ്യുന്നത്, ഇങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഹോസ്റ്റ് ടൂളുകൾ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഗൂഗിൾ മീറ്റിലാണെങ്കിലും സൂമിലാണെങ്കിലും ഒക്കെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കോണ്ടന്റ് ക്രിയേഷൻ, വളരെ നല്ല മെറ്റീരിയൽസ്, എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ്, നല്ല PPT ആയാലും നല്ല വീഡിയോസ്, പോസ്റ്റേഴ്സ്, കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത്. അഡാപ്റ്റബിലിറ്റി സ്റ്റുഡൻസിന്റെ അഡ്ജസ്റ്റിനോടും ടെക് ഇഷ്യൂസിനോടൊക്കെ നമ്മൾ അഡാപ്റ്റബിൾ ആവുക. നമ്മൾ അതിനോടൊക്കെ ഒന്ന് അഡ്ജസ്റ്റഡ് ആയി നമ്മൾ അതിനോട് എന്താണ് പറയുക, അതിനോട് ചേർന്ന് നിൽക്കാന്ന് പറയില്ലേ, നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ദെൻ എൻഗേജ്മെന്റ് ടെക്നിക്സ്. ഓക്കെ, സ്റ്റുഡൻസിനെ എൻഗേജ് ചെയ്യാനുള്ള ടെക്നിക്സുകൾ, ഐസ് ബ്രേക്കിംഗ് സെഷൻസ്, ബ്രെയിൻ ജിമ്മുകൾ. ചിലപ്പോൾ എത്രയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെയൊക്കെ കോൺസെൻട്രേഷൻ പോണില്ലേ ഇടക്ക്, ഇവിടുന്ന് പോണ്ട്, ഞാൻ കാണുന്നു. അപ്പൊ സംഭവം നിങ്ങൾ വീഡിയോ ഓണാക്കിയില്ലെങ്കിൽ ഞാൻ കാണുന്നു, ഇൻഡ്യൂഷൻ. ഓക്കെ, അപ്പോ ഇതേപോലെ നമുക്ക് ചെറിയ കുട്ടികളുടെ കാര്യമൊക്കെ വേണമെങ്കിൽ പറയണം, അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റുഡൻസ്, നമ്മൾ എന്തായാലും ഓൺലൈനിലാണ്, അവരുടെ കംഫർട്ട് സോണിൽ, നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ. ശ്രദ്ധ പോവാൻ നല്ല പണിയുണ്ടോ? ഓക്കെ, അപ്പൊ കോൺസെൻട്രേഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ബ്രെയിൻ ജിമ്മുകൾ ഉണ്ട്. അപ്പൊ ടീച്ചേഴ്സ് നിങ്ങൾ അതൊക്കെ പഠിച്ചിരിക്കുക, ബ്രെയിൻ ജിമ്മുകൾ പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ ഐസ് ബ്രേക്കിംഗ് സെഷൻസ് ഉണ്ട്. ജസ്റ്റ് നമ്മൾ ക്ലാസ് ജസ്റ്റ് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത്, ഇതിപ്പോ ഒരു വെബിനാർ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു ക്ലാസ് ആണെങ്കിലും ഇന്ററാക്റ്റീവ് ക്ലാസ് ആണെങ്കിലും, ഞാൻ നിങ്ങളെ അറിയില്ല, നിങ്ങൾ എന്നെ അറിയില്ല, ഞാൻ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു പോകണമെങ്കിൽ നമ്മൾ തമ്മിലൊരു എന്തുണ്ടാവില്ല, അതുണ്ടാവില്ല അല്ലെ, ആ ഒരു ഐസ് ഉണ്ടാവും നമ്മളുടെ ഇടയിൽ. നമുക്ക് ചോദിക്കാൻ പറ്റുമോ, പറയാൻ പറ്റുമോ, എന്താണ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു ഇതുണ്ടാവും. അപ്പൊ ആ ഐസ് ആദ്യം ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഐസ് ബ്രേക്കിംഗ് സെഷൻസുകളൊക്കെ കൊണ്ടുവരിക, വാമപ്പ് ആക്ടിവിറ്റികളൊക്കെ കൊടുത്ത് ലേണിംഗ് റെഡിനെസ് ഉണ്ടാക്കുക. ഓക്കെ, കുട്ടികളെ പഠിക്കാൻ റെഡിയാക്കിയതിനു ശേഷമൊക്കെ പഠിപ്പിക്കുക. ദെൻ അസസ്മെന്റ് സ്കില്ലുകൾ പഠിക്കുക. ഓക്കെ, കുട്ടികളെ അതായത് അസസ് ചെയ്യണം. ഓക്കെ, ഇവാലുവേഷൻ ചെയ്യാൻ, എക്സാംസ് നടത്താൻ, ക്വസ്റ്റ്യൻ ചോദിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അതിന് ടൂളുകളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെക്കൻഡ്സുകളുണ്ട്. ഞാനൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ടോപ്പിക്സ് പറയും, അപ്പൊ ആൾക്ക് ചിലപ്പോൾ ക്ലിയർ ആയില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അപ്പൊ ജസ്റ്റ് നമുക്ക് AI ഉണ്ടല്ലോ, ജസ്റ്റ് വർക്ക്ഷീറ്റുകൾ ഉണ്ടാക്കുക, ആ ഒരു ടോപ്പിക് റിലേറ്റഡ് വർക്ക്ഷീറ്റ്സുകൾ സെക്കൻഡ്സുകൾ കൊണ്ട് ഉണ്ടാക്കുന്നു, ഇവിടെ ബോർഡിൽ കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്യുന്നു, അവരെ കൊണ്ട് ചെയ്യിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഒരു ഗെയിം പോലെ കാര്യം ഉണ്ടാക്കാം, നമുക്ക് അത് ഷെയർ ചെയ്യുക, ലിങ്ക് ഷെയർ ചെയ്യുന്നു, അവർ കളിക്കുന്നു. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അസസ്മെന്റ് സ്കില്ല് നമ്മൾ നേടണം. ദെൻ ടൈം മാനേജ്മെന്റ്, അതായത് എല്ലാവരും ഇഷ്ടംപോലെ ടൈമായിട്ടൊന്നും ആയിരിക്കില്ല വരിക. കുറച്ച് ടൈമിൽ നമുക്ക് ഇന്നത് തീർത്തു കൊടുക്കണം, അല്ലെങ്കിൽ എക്സാം ആകുമ്പോൾ ഉത്തരപോഷ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ടൈം ഒക്കെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ ലെസണിന് നമുക്ക് ഇത്ര അവറിലൊക്കെ ആയിട്ട് നമുക്ക് കറക്റ്റ് സ്ട്രക്ചർ ചെയ്യുക. അതൊക്കെ AI ടൂളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ പേഷ്യൻസ് ആൻഡ് എംപതി, ഇത് എല്ലാ ടീച്ചേഴ്സിനും വേണ്ട ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഡൈവേഴ്സ് ലേണേഴ്സ് ചാലഞ്ചസ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാവരും ഒരേപോലെ പഠിക്കാൻ കഴിവുള്ളവരാവില്ല. അങ്ങനെ ഒറ്റയ്ക്ക് അവർക്ക് പഠിക്കാൻ അല്ലെങ്കിൽ മറ്റിന് കഴിയുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്തേക്ക് വരില്ല. സോ നമ്മൾ എന്ത് ചെയ്യാം, അവരോട് പേഷ്യന്റ് ആയിട്ട് എംപതിയോടെ നമ്മളാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഓരോ സ്റ്റുഡൻസിനോടും അല്ലെങ്കിൽ ഓരോ പാർട്ടിസിപ്പൻസിനോടും നമ്മൾ പെരുമാറാൻ. കാരണം എല്ലാവരും ഒരേപോലെ ലേണിംഗ് കപ്പാസിറ്റി ഉള്ളവരായിരിക്കില്ല.
അല്ലെങ്കിൽ ഒരേ സാഹചര്യത്തിൽ നിന്ന് വരുന്നവരായിരിക്കില്ല. സോ പേഷ്യന്റ് ആയിരിക്കുക, എംപതി കണ്ടായിരിക്കുക, കണ്ടിന്യൂസ് ലേണിംഗ് ഉണ്ടായിരിക്കുക, മെയിൻ പോയിന്റ് റെഗുലർലി അപ്ഡേറ്റിംഗ് ടീച്ചിങ് സ്കിൽസ്. എനിക്കെല്ലാം അറിയാം, ഞാൻ എല്ലാ ക്വാളിഫിക്കേഷൻസും നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്തുകൊണ്ടേയിരിക്കുക, നമ്മുടെ സ്കില്ലുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈവൻ ഈ AI ടൂളുകൾ ഇന്ന് വരുന്ന ടൂളുകളല്ല നാളെ വരുന്നത്, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഇതേ ടൂളുകളിൽ അപ്ഡേഷൻസ് വരുന്നു. സോ നമുക്കത് അറിയാം എന്ന് വിചാരിച്ചിരിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, അറിയുന്നിടത്തുനിന്ന് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഒരുപാട് നമുക്ക് ഫ്രീ ടൂളുകളും പെയ്ഡ് ടൂളുകളും ഒക്കെ ഉണ്ടാവും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുക. ദെൻ ഹൗ ടു അട്രാക്ട് സ്റ്റുഡൻസ്. ഇപ്പൊ ഇതൊക്കെ ആയി, ഇനി എങ്ങനെ എനിക്ക് സ്റ്റുഡൻസിനെ കിട്ടും മല്ലയ്യ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? നമ്മൾ പറയണം, അല്ല ഞാൻ പറയും, ഓർഗാനിക് സ്ട്രാറ്റജി ഉണ്ട്, പെയ്ഡ് സ്ട്രാറ്റജി ഉണ്ട്. സോറി, ഓർഗാനിക് സ്ട്രാറ്റജി ഉണ്ട്, പെയ്ഡ് സ്ട്രാറ്റജി ഉണ്ട്. അതായത് ഓർഗാനിക് സ്ട്രാറ്റജീസ് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. പെയ്ഡ് സ്ട്രാറ്റജീസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ ഇന്ന് ഇതില് മിക്കവാറും ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കാം ആളുകള് ഫേസ്ബുക്കില് ഇൻസ്റ്റാഗ്രാമിലോ എന്റെ ആഡ് കണ്ടിട്ട് വന്ന ആളുകളായിരിക്കും ഇതില് കൂടുതലും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ആഡ് കണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തപ്പോ എന്റെ അടുത്ത് എത്തിയത്? നിങ്ങൾ പല പല സ്ഥലങ്ങളിലുള്ള ആളുകളാണ്, കേരളത്തിന്റെ പല ഭാഗത്തുകളിലുള്ള ആളുകളാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് നിങ്ങൾ എന്നെ കണക്ട് ചെയ്തത്? ഈ ഒരു ഫേസ്ബുക്ക് ആഡ് ഞാൻ കൊടുത്തതാണ് അല്ലെ. ഒരു ദിവസത്തിന് നമുക്ക് 89 രൂപ മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും, ആഡിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അത് നമുക്ക് അങ്ങനെ എത്ര ഡേയ്സിന് വേണോ നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാം, ആർക്ക് പോകണോ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ഞാൻ വിമനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലുള്ള ആളുകളെ ആണ് ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ആഡ് കൊടുക്കുമ്പോൾ ഒരു ടാർഗറ്റ് ചെയ്യാണ്, ഇത്ര ഏരിയയിലെ ഇത്ര ആളുകൾക്ക് അല്ലെങ്കിൽ ഇന്ന ആളുകൾക്ക് എത്തിക്കണം പരസ്യം. ഓക്കെ, അങ്ങനെ നമ്മൾ എത്തിക്കുമ്പോ എന്താണ്, നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഒരു 4-5 ദിവസം കൊണ്ട് എനിക്കൊരു 100 ഇപ്പൊ നമ്മളെ സ്റ്റുഡൻറ് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, 100+ അല്ലെങ്കിൽ അത്രയും നമുക്ക് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അങ്ങനെ എന്ത് ചെയ്യാം, എൻക്വയറി വരുത്താം, പിന്നെ അതൊന്ന് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എഴുതാണ്. അതായത് നമുക്ക് എന്താണ് അതിനനുസരിച്ചിട്ടുള്ള ആഡ് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അതിന് അവർക്ക് വലിയ സപ്പോർട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഫോളോ അപ്സ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ഇതുപോലെ ഡെമോ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, അപ്പൊ അതൊന്ന് അവർക്ക് നമുക്ക് ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് സ്റ്റുഡൻസിനെ കിട്ടും. ഓക്കെ, ദെൻ ഓർഗാനിക് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതേപോലെ ഇത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. പെയ്ഡ് സ്ട്രാറ്റജീസ് എങ്ങനെയാണ് നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആഡ് ചെയ്യാന്നുള്ളതൊക്കെ. ദെൻ ഓർഗാനിക് സ്ട്രാറ്റജീസ് എങ്ങനെയാണ്? ഒന്ന് റെഫറൽസ് ആണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളൊരു പോസ്റ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ, നമ്മൾ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ പോസ്റ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിങ്ങനെ അല്ലെങ്കിൽ നിങ്ങളൊരു റൈറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ പരിചയമുള്ള സർക്കിളിൽ അവർക്ക് അങ്ങനെയൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റുഡൻസിനെ കിട്ടാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിനെ അവര് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഫറൻസ് കിട്ടും. അതായത് നിങ്ങളൊരു സ്റ്റുഡന്റ് നന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റ് തീർച്ചയായിട്ടും ആ കുട്ടിയുടെ മാറ്റങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവരും അന്വേഷിക്കും, അതല്ലെങ്കിൽ അവർ പറഞ്ഞിട്ട് കൊണ്ടുവരും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് റെഫറൻസ് വഴി നമുക്ക് കുറെ അഡ്മിഷൻസ് വരും. ഓക്കെ, അത് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു സംഭവമാണ്. റെഫറൻസ് വഴി നമുക്ക് നല്ല അഡ്മിഷൻസ് വരും. ദെൻ സോഷ്യൽ മീഡിയ നന്നായിട്ട് യൂസ് ചെയ്യണം. എനിക്ക് ഇൻസ്റ്റഗ്രാം ഒന്നും ഇല്ലേ, എനിക്ക് ഫേസ്ബുക്ക് ഒന്നും ഇല്ലേ എന്ന ആത്മാഭിമാനത്തോടെ പറയാതെ, ഇന്നത്തെ കാലത്ത് ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് ഒന്നും ഇല്ലാതെ ഒരു പ്രത്യേകിച്ച് ഒരു ഓൺലൈൻ ടീച്ചിങ്ങിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇതൊന്നും ഇല്ല എന്ന് പറയരുത്. ഇതൊക്കെ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. നമ്മൾ ഇവിടെ ആണെങ്കിൽ അത് ഉണ്ടാക്കിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഉണ്ടാക്കണം. എന്നിട്ട് അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങളുടെ ടോപ്പിക്സ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം. പേഴ്സണൽ കാര്യങ്ങളല്ല, പ്രൊഫഷണൽ കാര്യങ്ങൾ. ഓക്കെ, ദെൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്ത് വെക്കണം. എന്ന് വെച്ചാൽ ടെക് കമ്പനീസുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഇന്റർവെൽ, ആംഗിൾ, സൈലം, അങ്ങനത്തെ അവിടെയൊക്കെ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ CV കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഫ്രീ ഡെമോസ് വാഗ്ദാനം ചെയ്യുക. ഇപ്പൊ ഇലക്ഷൻ എല്ലാവരും വാഗ്ദാനങ്ങൾ തരുന്നില്ലേ, അതേപോലെ നിങ്ങൾ ഫ്രീ ഡെമോകൾ കൊടുക്കുക. ഫ്രീ ഡെമോകൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ക്ലാസിന്റെ ക്വാളിറ്റി അവർക്ക് മനസ്സിലാവുകയും അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ പോസ്റ്ററിലൊക്കെ ആണെങ്കിൽ കൊടുക്കുക, ഫ്രീ ഡെമോ ഉണ്ടാവും എന്നൊക്കെ പറയാം. ഓക്കെ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സുകൾ ക്രിയേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മളുടെ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ നോക്കിയിട്ട് അവർക്ക് തമ്മിലൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഇങ്ങനെ കൊടുക്കുക. അങ്ങനെ നമുക്ക് അവരെ
നിലനിർത്താതെ നമുക്ക് അഡ്മിഷൻസ് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഏകദേശം നമ്മളുടെ സ്കിൽ എഡ് പ്രോ വർക്ക് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓർഗാനിക് പ്ലസ് പെയ്ഡ് സ്ട്രാറ്റജിയിലാണ് നമ്മളൊക്കെ പോണത്. അതേപോലെ നിങ്ങൾക്കും ആവാം. അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് തരും. ഓക്കെ, കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്താണ്? പ്രൊവൈഡിങ് ഫ്രീ എഡ്യൂക്കേഷണൽ കോണ്ടന്റ് ഓൺലൈൻ. നമുക്ക് ഓൺലൈനിൽ നമ്മൾ കണ്ടിട്ടില്ലേ ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ നമ്മളിങ്ങനെ സേവ് ചെയ്ത് വെക്കാറില്ലേ ചില കാര്യങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളത് ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറില്ലേ? കോമഡി അല്ല കേട്ടോ, മറ്റേ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കും ചെയ്യാം. ഓക്കെ, ഇത് ആർക്കും ഇന്ന ആൾക്ക് ചെയ്യാൻ പാടുള്ളൊന്നുമില്ലല്ലോ, സോഷ്യൽ മീഡിയ എല്ലാവർക്കും ഉള്ളതല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കോണ്ടന്റ് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യാം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റുഡൻസിനെ കിട്ടും. ഓക്കെ, നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ കാണാണ്, എന്താണ് ഇവർക്ക് അല്ലേ, ഇവരിങ്ങനെ ചെയ്യുന്ന ഒരാളാണ്, അപ്പൊ ഇങ്ങനെ അത് നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവരെ കണക്ട് ചെയ്യും. അപ്പൊ അതേപോലെ നിങ്ങളും ഷെയർ ചെയ്യാം. ഓക്കെ, കുറച്ച് ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോമുകൾ ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ടതാണ്. നിങ്ങൾക്കും അത് ജസ്റ്റ് സെർച്ച് ചെയ്യാവുന്നതിൽ കുറെ ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. ഓക്കെ, ഇവിടെ ഹൗ ടു ഡു എ പ്രൊഫഷണൽ ഡെമോ എന്നുള്ളതും കൂടെ നോക്കിയതിന് ശേഷം നമുക്ക് നമ്മളുടെ ഗൂഗിൾ മീറ്റിനെ പറ്റിയിട്ട് പറയാം. അതിന്റെ മുൻപായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പ് ഒന്ന് പരിചയപ്പെടാം. ദെൻ ഹൗ ടു ഡു എ പ്രൊഫഷണൽ ഡെമോ. എങ്ങനെയാ ഒരു പ്രൊഫഷണൽ ഡെമോ ചെയ്യേണ്ടത്? അതായത് നമ്മൾ ടീച്ചേഴ്സിനൊക്കെ ഇപ്പോൾ ഏത് ടെക് കമ്പനീസ് ആണെന്നുണ്ടെങ്കിലും എടുക്കുമ്പോൾ മിക്കവാറും ആദ്യം ഒരു റെക്കോർഡ് ഡെമോ അയക്കാനായിരിക്കും പറയാം. പിന്നീട് ലൈവ് ഇന്റർവ്യൂ അല്ലെങ്കിൽ ലൈവ് സ്റ്റുഡൻസിനെ ഡയറക്റ്റ് ഡെമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന്ന് ഇതിപ്പോ ലൈവ് ചെറിയൊരു ഡെമോ കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇതിന്ന് ചെറിയ മാറ്റം വരുത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റെക്കോർഡ് ഡെമോ അയക്കാൻ പറഞ്ഞാലും ചെയ്യാം. ഓക്കെ, ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു ടോപ്പിക് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അത് ആ കുട്ടി ഏത് ക്ലാസ്സിനുള്ള അല്ലെങ്കിൽ ഏത് ഗ്രേഡിനുള്ള ലെവലിനനുസരിച്ചിട്ടുള്ളത് തന്നെ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ കൃത്യമായ ടൈമിംഗ്, എത്ര ടൈമാണോ അവർ പറഞ്ഞിട്ടുള്ളത് ആ ടൈമിന്റെ ഉള്ളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മെറ്റീരിയൽസ് ഒക്കെ ഓൾറെഡി റെഡി ആക്കി വെക്കുക. ഓക്കെ, ദെൻ മീറ്റ്. നമ്മൾ ഗ്രീറ്റ് ആദ്യം തന്നെ പോയിട്ട് മക്കളെ അല്ലെ മോളെ നമുക്കിന്ന് മാത്സ് പഠിക്കാം, മാത്സിന്റെ ബുക്ക് എടുത്തേടാന്ന് പറഞ്ഞിട്ട് തുടങ്ങാതെ നമ്മളൊന്ന് അവരെ ഗ്രീറ്റ് ചെയ്യാം. എന്താണ് ഹായ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഹായ് ഹൗ ആർ യു, അല്ലെങ്കിൽ ഹൗ അബൌട്ട് യു, അങ്ങനെയൊക്കെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചോദിക്കുക. ഓക്കെ, ഒന്ന് ചോദിച്ച് മലയാളത്തിലാണ് കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ എങ്കിൽ അങ്ങനെ ചോദിക്കുക. ദെൻ സെൽഫ് ഇൻട്രോ, ജസ്റ്റ് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുക. ദെൻ ലെസൺ ഗോൾ ജസ്റ്റ് പറയുക. മെത്തേഡ് എന്തായിരിക്കണം? ഞാൻ റേഡിയോ ഓൺ ആക്കി വെച്ച പോലെ എന്ന് പറഞ്ഞിട്ട് മെത്തേഡ് നമ്മൾ ഐ ഡു മാത്രമായിരിക്കരുത്. ഐ ഡു, വി ഡു, യു ഡു മെത്തേഡ് ആയിരിക്കണം. ഐ ഡു ഞാൻ പറയണം, വി ഡു നമ്മൾ ഒരുമിച്ച് ചെയ്യണം, അവരെ ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചെയ്യണം. ദെൻ യു ഡു എന്നിട്ട് അവര് ചെയ്യിപ്പിക്കുക. അതിൽ ക്വസ്റ്റ്യൻ ആൻസറും വിഷ്വൽസ് ഒക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ നമുക്ക് ഡെമോ ആണ്, നമുക്ക് എന്തറിയാമെന്ന് അവര് നോക്കുന്നത് അല്ലെ. സോ ടെക്നോളജി യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. വൈറ്റ് ബോർഡ് യൂസ് ചെയ്യാൻ, സ്ക്രീൻ ഷെയർ ചെയ്യാൻ, AI ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന കാണുമ്പോൾ എന്താണ് ഇവർക്ക് എന്തോ അറിയാമെന്നുള്ളൊരു തോന്നൽ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? ഡെമോ ഒക്കെ ചെയ്യുക. അതുപോലെ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുക. ദെൻ എൻഗേജ്മെന്റ് ടെക്നിക്സ്, പേര് വിളിക്കുക. അത് വളരെ ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. പേര് വിളിക്കുക, ഓപ്പൺ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നമ്മൾ ഒരു ശരിയുത്തരം പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കുക, പ്രൈസ് ചെയ്തിട്ട്. ജസ്റ്റ് ഒന്നും മിണ്ടാണ്ട് പോരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വാ, ശരി എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് പോവാതെ അവരെ വാ സൂപ്പർ, അത് അടിപൊളിയാണല്ലോ, അപ്പൊ മോനത് അറിയാലേ, നന്നായിട്ട് പറയുന്നുണ്ടല്ലോ, ചെറിയ പ്രശ്നങ്ങളോ നന്നായിട്ട് ചെയ്യുന്നാലും ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ തെറ്റിയാൽ പോലും ആളെ ഒന്ന് എന്ത് ചെയ്യാം? പ്രൈസ് ചെയ്ത് കൊടുക്കുക. ദെൻ അല്ലെങ്കിൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ മാനേജ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? പൊളൈറ്റ്, ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക. ബാക്കപ്പ് പ്ലാൻ ഒക്കെ ഒന്ന് ഉണ്ടായിരിക്കുക. പ്രസന്റ് ചെയ്യുന്നത് വളരെ ക്ലിയർ, സിമ്പിൾ, പ്രൊഫഷണൽ ലുക്കിലായിരിക്കുക. ദെൻ ക്ലോസ് ചെയ്യുന്നതോ ഒരു റിവ്യൂ പറഞ്ഞ് ക്വിക്ക് ടാസ്ക് എന്തെങ്കിലും കൊടുത്ത് ഒരു താങ്ക് ആൻഡ് സ്മൈലോടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് സന്തോഷം ആഗ്രഹിക്കാത്തതെന്ന് പറഞ്ഞ പോലെ ആർക്കാണ് നിങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കുക? ഓക്കെ, അപ്പൊ പ്രൊഫഷണൽ ഡെമോ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ നമുക്ക് ഒരു കോഴ്സ് ഉണ്ട്, മെയിൻ വർക്ക്ഷോപ്പിനെ പറ്റിയിട്ട് പറയാണ്. ഫ്യൂച്ചർ റെഡി ഓൺലൈൻ ടീച്ചേഴ്സ് ട്രെയിനിങ് വർക്ക്ഷോപ്പ് ആണ്. അതായത് ഫ്യൂച്ചർ റെഡി ആയിട്ടുള്ള ടീച്ചേഴ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. അതിനുള്ള വർക്ക്ഷോപ്പാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വാട്ട് ഈസ് ഇൻ ദി വർക്ക്ഷോപ്പ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ AI ടൂൾസ് ഫോർ ടീച്ചിങ്, digital tools for teaching, classroom management techniques, ice-breaking activities for engaging classes, brain gyms to boost students' concentration, meta ads. അപ്പൊ നിങ്ങൾ ഇപ്പൊ വന്നത് ഞാൻ പറഞ്ഞില്ല, അതുപോലെ
വീഡിയോ എഡിറ്റിംഗ് ഫോർ ടീച്ചേഴ്സ്, ലോഗോ മേക്കിംഗ് ആൻഡ് പോസ്റ്റർ മേക്കിംഗ്, AI വീഡിയോ ആൻഡ് ഇമേജ് മേക്കിംഗ്, AI വീഡിയോസ് ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, PPT എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, വൈറ്റ് ബോർഡ്സ് എങ്ങനെ യൂസ് ചെയ്യണേ തുടങ്ങി നമുക്ക് ഒരുപാട് ടൂളുകൾ അവിടെ വരുന്നുണ്ട്. ഗെയിംസ് എങ്ങനെ നടത്തുന്ന എക്സാം പോലെ ഇതാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്ന ഈ ഒരു റെക്കോർഡഡ് ക്ലാസ്സസ് വരുന്നുണ്ട്, ലൈവ് ക്ലാസ്സസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്, ലൈവ് ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. 2000 ആണ് അതിന് പേയ്മെന്റ് വരുന്നത്. 30+ റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവിടെ വരുന്നുണ്ട്. അവിടെ പക്ഷെ ലിമിറ്റഡ് ഓഫർ നിങ്ങൾക്ക് ഇപ്പൊ ജസ്റ്റ് 999. ഓക്കെ, 999 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് ലൈഫ് ലോങ് ആക്സസ് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിൽ കാണാം, എപ്പോ വേണമെങ്കിൽ പഠിക്കാം, എപ്പോ വേണമെങ്കിൽ ഡൗട്ട്സ് ചോദിക്കാം. വാട്സപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിൽ എന്നോട് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ട്സുകൾ ചോദിക്കാം. നമുക്ക് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം. വാട്സപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. ജസ്റ്റ് 999 ആണ് അതിന് വരുന്നുള്ളൂ. ലൈഫ് ലോങ് ആക്സസ്, അതുപോലെ AI ടൂൾസുകൾ, ഡിജിറ്റൽ ടൂൾസുകൾ, മെറ്റ ആഡ്സ് തുടങ്ങി എല്ലാം വരുന്ന ഒരു കോഴ്സാണ് പ്രീ റെക്കോർഡഡ് എന്ന് പറയുന്നത്. അതിന്റെ തന്നെ ലൈവ് വേർഷനാണ് പ്രോ ടീച്ച് 15 ലൈവ് എന്ന് പറയുന്നത്. ഓക്കെ, ടീച്ചിങ്ങിൽ പ്രോ ആവും. 15 ലൈവ് സെഷൻസ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഈ പ്ലാൻ എ ഫുൾ ഉണ്ടായിരിക്കും. ഈ പ്ലാൻ എയുടെ കൂടെ തന്നെ, മീൻസ് ഈ പ്രീ റെക്കോർഡഡ് ക്ലാസിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ഫുൾ ലൈവ് ക്ലാസ്സുകളും ലൈവ് സപ്പോർട്ടും ഉണ്ടായിരിക്കും. 15 ഡേയ്സ് നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളും കറക്റ്റ് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഒരുമിച്ച് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവും. പ്രാക്ടിക്കൽ ലേണിംഗ് ആണ് അവിടെ. അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് ഒരു ഡെമോ ക്ലാസ് നമ്മൾ ലൈവായിട്ട് നിങ്ങളെ കൊണ്ട് ക്ലാസ്സുകൾ എടുപ്പിക്കും. അതിന്റെ ഫീഡ്ബാക്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ജസ്റ്റ് 3500 മാത്രമാണ് നിങ്ങൾക്ക് അവിടെ പേയ്മെന്റ് വരുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ ഒരു ഓഫർ എന്ന് പറയുന്നത് ജസ്റ്റ് ലിമിറ്റഡ് ഓഫർ ആണ്. നമുക്ക് ബ്ലാക്ക് ഫ്രൈഡേ ആണ്. ബ്ലാക്ക് ഫ്രൈഡേ നമുക്ക് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഇതൊക്കെ കുറക്കുന്ന ഒരു ഇതാണ്. ഓക്കെ, ദെൻ 2499 ആണ് നിങ്ങൾക്ക് ഈ ഒരു 15 ദിവസം ലൈവ് ക്ലാസ്സിന് വരുന്നുള്ളൂ. പ്ലസ് ലൈഫ് ലോങ് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ദെൻ ഓൾറെഡി നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലൈഫ് ലോങ് ആക്സസ് ആയിരിക്കും. അത്രയും ഓഫറുകൾ വരുന്ന ജസ്റ്റ് 2499 രൂപ മാത്രമാണ് അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ പേയ്മെന്റ് ചെയ്യേണ്ടുള്ളൂ. ദെൻ ഫാസ്റ്റ് ട്രാക്ക് 7 ലൈവ് എന്ന് പറയുന്നത് 7 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് ഈ AI ടൂളുകൾ, AI ആൻഡ് ഡിജിറ്റൽ ടൂൾസുകൾ മാത്രം നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാം. അവിടെ നമുക്ക് ബ്രെയിൻ ഐസ് ബ്രേക്കേഴ്സ് അല്ലെങ്കിൽ മെറ്റാഡ്സ്, നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ടീച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഓൺലൈൻ ടീച്ചിങ്ങിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ AI ആൻഡ് ഡിജിറ്റൽ ടൂൾസുകളും നിങ്ങൾ പഠിക്കും അവിടെ. അതുപോലെ അതിന്റെ റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ടായിരിക്കും. 2500 ആണ് അവിടെ പേയ്മെന്റ് വരുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ജസ്റ്റ് 7 ഡേയ്സിന് നോക്കി 1499 രൂപ മാത്രമാണ് അവിടെ പേയ്മെന്റ് വരുന്നുള്ളൂ. ഓക്കെ, 1499 രൂപക്ക് നിങ്ങൾക്ക് ഇപ്പോ ജോയിൻ ചെയ്യാം ഈ ഒരു ബാച്ചിൽ. ഓക്കെ, ദെൻ 1:1 പ്രീമിയം മെന്റർഷിപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പിലൊന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇന്ന അത് ഭാഗം മതി എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു മെന്ററിങ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പെർ ക്ലാസ്സിന് 1000 വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇത്രയാണ് 4 പ്ലാനുകൾ വരുന്നത്. പ്രീ റെക്കോർഡഡ് വരുന്നുണ്ട്, 15 ഡേയ്സ് ലൈവ് വരുന്നുണ്ട്, 7 ഡേയ്സ് ലൈവ് വരുന്നുണ്ട്, 1:1 പ്രീമിയം മെന്റർഷിപ്പും വരുന്നുണ്ട്. ഓക്കെ, ഇനി ഓരോ പ്ലാനിലും എന്തൊക്കെയുണ്ടാന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു. ഇനി ഒന്നുകൂടി ഞാൻ പറയാം. പ്ലാൻ എയിൽ പ്രീ റെക്കോർഡറിൽ നമുക്ക് 30+ റെക്കോർഡഡ് ലെസൺസും AI ടൂൾസ് ആൻഡ് ഡിജിറ്റൽ ടൂൾസും മെറ്റ ആഡ്സ് ആൻഡ് FB പേജ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ ഐസ് ബ്രേക്കിംഗ്, ബ്രെയിൻ ജിം, ക്ലാസ് മാനേജ്മെന്റ്, വാട്സ്ആപ്പ് ഡൗട്ട് സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഒരു ബുക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് ടൂളുകളുടെ യൂസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ബുക്ക്. അതുപോലെ തന്നെ അതില് പ്രോംപ്റ്റുകൾ, നമുക്ക് ലെസൺ പ്ലാനോ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റുകൾ, അതൊക്കെ എങ്ങനെയാന്ന് നമ്മൾ ഓൾറെഡി ഇവിടെ പഠിപ്പിക്കും. പക്ഷെ അതിന്റെ കൂടെ ബുക്ക് കൂടി നിങ്ങൾക്ക് അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. ജസ്റ്റ് 999 മാത്രമാണ്, 999 രൂപ മാത്രമാണ് അവിടെ വരുന്നത്. ഇവിടെ നമുക്ക് ലൈവ് ക്ലാസ് വരുന്നുണ്ട്. 15 ഡേയ്സും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് 2499 രൂപക്ക് അവിടെ നിങ്ങൾക്ക് മുൻപ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കിട്ടും. പ്ലസ് നിങ്ങളെ കൊണ്ട് ഡെമോ ക്ലാസ് എടുപ്പിക്കുകയും പ്ലേസ്മെന്റ് സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കും.
ഓക്കെ, അതാണ് 15 ഡേയ്സിന്റെ ലൈവ് ക്ലാസ്സിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും എവിടെ സ്റ്റുഡൻസിനെ എങ്ങനെ കിട്ടും എന്നുള്ളത്. ഒന്ന് ഞാൻ പറഞ്ഞു സ്റ്റഡീസിൽ വരുന്ന വാക്കൻസികൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ പുറത്തുള്ളതുപോലത്തെ ടെക് കമ്പനീസുകളിലൊക്കെ രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് വരുന്ന വാക്കൻസികൾ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നമ്മൾ ഓൾറെഡി മറ്റേ ആഡ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റുഡൻസിനെ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഓൾറെഡി നമ്മുടെ ബാച്ചിൽ മുൻപുണ്ടായിരുന്ന സ്റ്റുഡൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, ഓൺലൈൻ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, യൂട്യൂബ് ചാനൽ വരെ സ്റ്റാർട്ട് ചെയ്ത് ഒക്കെ നമുക്കൊരു കോൺഫിഡൻസ്, ഭയങ്കരമായിട്ട് നമുക്ക് കോൺഫിഡൻസ് കൂടും ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ. ഓക്കെ, ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് വരും. നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഓൺലൈനിൽ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് ടീച്ചിങ്ങിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഏതൊരു മേഖലയിലാണെന്നുണ്ടെങ്കിലും ഡിജിറ്റൽ ടൂളുകളും AI ടൂളുകളും അറിഞ്ഞു കഴിഞ്ഞാൽ അത്രയും യൂസ്ഫുൾ ആവുള്ളൂ. ഒരു മേഖലയിലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഫാസ്റ്റ് ട്രാക്ക് നമുക്ക് 7 ഡേയ്സ് കൊണ്ട് 7 ഡേയ്സിന്റെ AI ആൻഡ് ഡിജിറ്റൽ ടൂൾസുകൾ കവർ ചെയ്യാം. പ്ലസ് നമുക്ക് അതിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ദെൻ ജസ്റ്റ് ഇപ്പോ 1499 1499 രൂപക്ക് നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാം. പിന്നീട് നമുക്ക് കൂടുതൽ, അതായത് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഒക്കെ പഠിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ എ ജസ്റ്റ് 499 നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. 999 രൂപയുടെ പ്ലാൻ എ നമുക്ക് റെക്കോർഡ് ക്ലാസ് ഫുള്ളില്ല, റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് 499 നിങ്ങൾക്ക് പിന്നീട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഓൾറെഡി 7ൽ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് കേട്ടോ. ദെൻ നമ്മൾ പറഞ്ഞു പ്രീമിയം 1-to-1 മെന്റർഷിപ്പ്, നിങ്ങൾക്ക് വേണ്ടി മാത്രമായ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു മെന്റർ ഉണ്ടായിരിക്കും. നിങ്ങളെ അതായത് ലൈവായിട്ട് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ പെർ ക്ലാസ് 1000 വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ക്ലാസ്സസ് വേണമെങ്കിലും അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇനി അതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇപ്പൊ റൈസ് ഹാൻഡ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഗൂഗിൾ മീറ്റ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. നമ്മുടെ സെഷനിലേക്ക്, ഫ്രീ വർക്ക്ഷോപ്പിലേക്ക് കടക്കാം. ഓക്കെ, യെസ്, ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തോളൂ. ഹലോ മാം. ബുഷ്ര മിസ് പറഞ്ഞോളൂ. ബുഷേറ. ഫാസ്റ്റ് ട്രാക്ക് എന്നുള്ളത് 1-to-1 ആയിട്ടാണോ അതോ ഗ്രൂപ്പ് ആയിട്ടാണോ? അല്ല, ഫാസ്റ്റ് ട്രാക്ക് 1-to-1 അല്ല, അത് ഗ്രൂപ്പാണ്. 7 ഡേയ്സ് 15 ഡേയ്സ് ലൈവ് വരുന്നത് ഗ്രൂപ്പാണ് കേട്ടോ. ഓക്കെ, അതിൽ പ്രാക്ടിക്കലായി ചെയ്യിപ്പിക്കുന്നൊക്കെ ഉണ്ടോ ഫാസ്റ്റ് ട്രാക്കില്? ലൈവ് ക്ലാസ്സുകളാണ്. 7 ഡേയ്സ് ലൈവ് ക്ലാസ്സുകളിലൂടെ നിങ്ങൾ AI ടൂളുകള് ഡിജിറ്റൽ ടൂൾസുകളും നമ്മൾ ആ 7 ഡേയ്സിൽ വരുന്ന മാക്സിമം നിങ്ങൾക്ക് പഠിക്കാം. പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ തോന്നുകയാണെങ്കിൽ നമുക്ക് ആ 15 ഡേയ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് 7 ഡേയ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. അത് ടൈമൊക്കെ എങ്ങനെയാ വരുന്നത്? ടൈം ഇപ്പോ നമ്മുടെ 8:30 ആണ് ടൈം വരുന്നത്. 8:30 PM രാത്രി. ഓക്കെ ഓക്കെ, രാഞ്ചി സാറിന് എന്തായിരുന്നു പറയാറില്ലേ? സാർ പറഞ്ഞോളൂ. എനിക്ക് ഡൗട്ടായിട്ടല്ല, ഇത്രയും പേര് ഒരുമിച്ച് വന്നേക്കുന്നത് കൊണ്ട് ഞാൻ പറയുമായിരുന്നു. ആക്ച്വലി ഞാൻ മലയാളിയാണ്, കോട്ടയത്താണ് വീട്, ബട്ട് ഐ മീൻ ന്യൂയോർക്ക് നൗ. ഈ ഓൺലൈൻ കോച്ചിങ്, ടീച്ചിങ് ആൻഡ് കോച്ചിങ് ആൻഡ് ട്രെയിനിങ് ആൻഡ് മെൻറ്ററിങ് ഇത് ഒരു 1995 മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അന്നൊക്കെ ദിസ് വാസ് എ റിയൽ ഡ്രീം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമുക്ക് ടൂൾസ് ഇല്ല, വളരെ കുറച്ച്. ഞങ്ങളൊക്കെ യാഹൂ റൂംസിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. വലിയ ഒരു റിക്വയർമെൻ്റ് ആണ് ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് റിക്വയർമെൻ്റ് ആണ്. ഇത് കേരളത്തിൽ നിന്ന് ഇത്രയും പേര് വന്നതുകൊണ്ട് ഐ എം വെരി ഹാപ്പി ടു സീ ദാറ്റ്. കാരണം എന്താ വെച്ചാൽ ഇതൊരു ഫ്രെയിം വർക്കാണ് ടീച്ചർ പഠിപ്പിച്ച് തരാൻ പോകുന്നത്. ഞാൻ ടീച്ചറിനെ പ്രൊമോട്ട് ചെയ്യുകയല്ല, ടീച്ചർ എനിക്ക് കമ്മീഷൻ തന്നിട്ട് പറയുന്നതുമല്ല. എൻ്റെ സഹോദരങ്ങളായിട്ടുള്ളവർ വന്നേക്കുന്നതുകൊണ്ട് പറയുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഇറ്റ്സ് നോട്ട് എൻ ക്വിക്ക് മണി മേക്കറൊന്നും അല്ല. അതിന് നമ്മൾ എക്സ്പേർട്ടായിട്ട് വന്ന്, പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നത് ടീച്ചർ എന്ന് പറയുമ്പോൾ എനിക്കൊരു സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന രാമകൃഷ്ണ പിള്ള സാറിനെയാണ്. മലയാളത്തിൻ്റെ ഗുരുവായിരുന്നു. പുള്ളി മുറുക്കി തുപ്പുമായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ചവച്ചുകൊണ്ട് വരും. അതിൻ്റെ പുള്ളിയുടെ കയ്യിലുണ്ടാകുന്ന ഒരു ചൂരല്, ഒരു ഡസ്റ്റ്. വീഡിയോ കാണണം? ഓക്കെ, കാണാമല്ലോ അല്ലേ? ഓക്കെ
അപ്പം എൻ്റെ സാറിൻ്റെ കയ്യിലുണ്ടായിരുന്നു. കെൻ യു പ്ലീസ് ക്ലോസ് ദാറ്റ് നോക്കണേ. യാ, അപ്പോൾ ഒരു ഡസ്റ്റർ, ഒരു 2 ചോക്ക്, ഒരു ചൂരല്, പിന്നെ ഒരു ടെക്സ്റ്റ് ബുക്ക്. ഇത് മാത്രമേ ആ സാറിന് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് 75-79 കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പം അൺലിമിറ്റഡ് പോസിബിലിറ്റീസ് ആണ് നമുക്കുള്ള. പിള്ളേരെ എൻഗേജ് ചെയ്യാനും നമ്മുടെ ക്ലാസ് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാനും ഒക്കെ യു ആർ ഓൾ റിയലി ലക്കി. ബട്ട് ഓൺലി തിങ് ഈസ്, നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരാതെ നമ്മളങ്ങനെ അറിയുന്നത്. എല്ലാവരും സൂം സ്റ്റാർട്ട് ചെയ്യും. ഇറ്റ്സ് വെരി ഈസി. പലരോടും ചോദിക്കുമ്പോഴത്തേ അവർക്ക് സൂമിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യാനേ അറിയത്തുള്ളൂ. സൂം ഓപ്പൺ ആക്കാൻ പോലും അറിയില്ല. പക്ഷേ അത് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ആൾക്കാരെല്ലാവരും കൂടി ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും. അത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ അറിയില്ല. ഇതെല്ലാമാണ് നമുക്ക് ഈ ക്ലാസ്സുകളിൽ പഠിക്കാവുന്നത്. അത് പഠിച്ചതിന് ശേഷം ഒരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ഫ്ലയർ അയച്ചു തന്നു. US-ലാണ്. ചെണ്ട പഠിപ്പിക്കുകയും ചെണ്ട കൊട്ടാൻ പഠിപ്പിക്കുക. നിങ്ങൾ കൊട്ടണമെന്നില്ല പറഞ്ഞത്. നിങ്ങൾ എന്ത് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ അവിടെയുള്ള ഒരു വലിയ മിടുക്കനായിട്ടുള്ള ഒരു ചെണ്ട അടിക്കുന്ന ഒരാൾ കേരളത്തിൽ എത്രയോ പേരുണ്ട്. അവരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലയേഴ്സ് ഉണ്ടാക്കി ലോകം മുഴുവൻ അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർ എത്രയോ സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർക്ക് വലിയ ആഗ്രഹമുണ്ട്. അവരൊക്കെ, ഞാനൊരു ഓസ്ട്രേലിയയിലെ ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറെ ഒരിക്കൽ പരിചയപ്പെട്ടു. യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. പുള്ളിയുടെ ഒരു ആഗ്രഹമാണ് ചെണ്ട പഠിക്കുക എന്നുള്ളത്. അപ്പം അത് ഇപ്പം അൺലിമിറ്റഡ് പോസിബിലിറ്റീസ് ആണ്. അതുകൊണ്ട് കഴിയത്തിടത്തോളം നമുക്ക് പൈസ ഉണ്ടെങ്കിൽ എന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്കത് പാർട്ട് ടൈമായിട്ടോ ഫുൾ ടൈമായിട്ടോ ഒക്കെ ചെയ്യാനൊക്കും. വേറെ ആളുകൾ ഈ ഫീൽഡിൽ ഉണ്ടായിരിക്കുമ്പോഴേ, എനിക്ക് അവരൊന്നും അറിയില്ല. റസീനയാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ജയശ്രീ പരിചയപ്പെടുത്തിയതാണ്. ഐ എം വെരി മച്ച് എക്സൈറ്റഡ്. അതുകൊണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റസീന ഫസ്റ്റ് മാസ്റ്റർ ക്ലാസ്സിൽ ഞങ്ങൾക്കൊരു ഗാമ AI പഠിപ്പിച്ചു തന്നു. ഞാനത് തുടങ്ങി ഞാനതിൻ്റെ സബ്സ്ക്രിപ്ഷനും എടുത്തു. കാരണം ഇറ്റ് ഈസ് അമേസിങ്. അതുപോലെ ഒത്തിരി ടൂളുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൊണ്ട് ഒക്കുമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇറ്റ് വിൽ ബി റിയലി ബെനിഫിഷ്യൽ ഫോർ യു. താങ്ക് യു റസീന ഫോർ ദിസ് great thing, and you keep learning and teaching us. Okay, it should be a continuous thing, not like കോഴ്സിന് വരികയല്ല, ഒരു ഓൺലൈൻ സപ്പോർട്ട് പോലെ തരണം. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ എവരി. താങ്ക് യു സർ. താങ്ക് യു. മാം മ്യൂട്ടഡ് ആണ് കേട്ടോ. ഐ ആം സോറി ടാ. ഓക്കെ, സോ നമുക്ക് ഗൂഗിൾ മീറ്റ്, മിക്കവാറും ആളുകൾക്ക് ഗൂഗിൾ മീറ്റ് ഓക്കെ ആണ്. ഗൂഗിൾ മീറ്റിൽ ആയിരിക്കും ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടാവുക. കാരണം സൂം നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് കോമ്പറ്റീറ്റ് നിൽക്കുന്ന 2 കാര്യങ്ങൾ ഗൂഗിൾ മീറ്റും സൂമും ആണ്. ഇപ്പൊ കൂടുതൽ പ്രൊഫഷണൽ രീതിയിൽ നമ്മൾ ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സൂം സെലക്ട് ചെയ്യാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ അതില് റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ട്. റെക്കോർഡിംഗ് ഓപ്ഷൻ അതിൽ തന്നെ വരുന്നുണ്ട്. വൈറ്റ് ബോർഡ് അതിൽ തന്നെ വരുന്നുണ്ട്. ഡോക്യുമെന്റ്സ് അതിൽ തന്നെ വരുന്നുണ്ട്. ബ്രേക്ക് ഔട്ട് റൂംസുകൾ വരുന്നുണ്ട്. പോൾസ് ഇടാനുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സൂമിലാണ്. പക്ഷേ ഇതൊക്കെ നന്നായിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ അതിനൊരു ഡ്രോബാക്ക് ഉണ്ട്. അതിൽ 40 minutes കഴിഞ്ഞാൽ അപ്പൊ കട്ടാവും. 40 minutes ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ കട്ടായിട്ട് നമ്മൾ വീണ്ടും പിന്നെ ലിങ്ക് ഇടണം ഫ്രീ വേർഷനിൽ. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു 500 ഒക്കെ മന്ത്ലി കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലൈസൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമുക്ക് കൂടുതൽ അവേഴ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിൽ കൂടുതൽ പ്രീമിയം വരുന്നതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ ചെറിയ എമൗണ്ടിൽ പോലും നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ ഇവിടെ നമ്മളിപ്പോ പഠിക്കുന്നത് ഗൂഗിൾ മീറ്റ് ആണ്. ഞാനതൊന്ന് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട്